ആനയുടെ ചെവി വരയ്ക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു വെറൈറ്റി കമന്റ് കണ്ടിരുന്നേ. അപ്പോൾ പിന്നെ ആനയുടെ ചെവി മാത്രം ആക്കണ്ട, ഒരു ഫുൾ ആനയെ തന്നെ നമുക്ക് വരയ്ക്കാൻ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിക്ക് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു വട്ടം വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നീട്ടി ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വട്ടത്തിൻ്റെ നടുക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്ത ശേഷം രണ്ട് സൈഡിൽ നിന്നും അവിടെ നിന്ന് താഴോട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് വര വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ തുമ്പിക്കൈ. എന്നിട്ട് ആ രണ്ട് സൈഡിലും ഇതേപോലെ ഷേപ്പ് വരച്ച ശേഷം മുകളിൽ ഒരു റാ പോലെ വരച്ചിട്ട് ഈ രണ്ട് ഷെയ്ഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ആ പൊങ്ങിക്കുന്ന ഭാഗത്തു നിന്ന് രണ്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ചെവി, ആനയുടെ ചെവിയുടെ വിട്ട് ഡിറ്റർമിൻ ചെയ്യണത്. അപ്പോൾ ആ വിട്ടിനനുസരിച്ച് നമ്മുടെ ചെവി ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ താഴെ രണ്ട് കൊമ്പ് വരച്ചിട്ട് അതിൻ്റെ ആ ചെവിയുടെ ബാക്കി ഭാഗം ആ കൊമ്പുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കാൽഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് താഴോട്ട് വരച്ച ശേഷം ഇതുപോലെ നമുക്കത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ആ പുറം ഭാഗവും പിന്നെ ബാക്കിലത്തെ കാലും കൂടി ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കാലിൻ്റെ നഖവും കൂടെ വരച്ചു കൊടുക്കുക. ഇനി ഇതിൽ ആവശ്യമുള്ള ഭാഗം മാത്രം നല്ല ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഔട്ട്ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ ഷാഡോ വരുന്ന ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആന ഫുള്ള് ബ്ലാക്ക് കളറാണല്ലോ, അപ്പോൾ ഫുള്ളൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടുക. പിന്നെ ഇപ്പം ഞാൻ എന്താ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു വന്നപ്പോൾ എനിക്ക് ആഫ്രിക്കൻ ആനയിലൊരു കട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെ കേരളത്തിലെ ആന ആക്കാൻ വേണ്ടി അതിൻ്റെ തലയിൽ അവിടെ ഒരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വരുത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആനയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ അടുത്ത് എന്ത് വരയ്ക്കാൻ പഠിക്കാമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് വിളിക്കണം. ചേട്ടാ.